നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിൻ്റെ അറബിക്കിൻ്റെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾ നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1 നഖറഉൽ ഫിഖറ വനുജീബ്. താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഹാദാ യൗമുൽ അത്ല. ഇന്ന് അവധി ദിനമാണ്. ദഹബ അമീൻ ഇലാ സാഹിലിൽ ബഹർ. അമീൻ കടൽ തീരത്തേക്ക് പോയി. മഅഹു അബൂഹു വ ഉമ്മുഹു വ ഉഖ്തുഹു. അവന്റെ കൂടെ ആരെല്ലാമാണുള്ളത്? അവന്റെ ഉപ്പയും അവന്റെ ഉമ്മയും അവന്റെ സഹോദരിയും. മസാഅൻ വസലു ഇല സാഹിലിൽ ബഹർ. വൈകുന്നേരമായപ്പോൾ അവർ കടൽ തീരത്തെത്തി. റഅ അമീൻ ഹുനാക മനാലിറ ജമീല. അമീൻ അവിടെ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടു. യൽഅബുൽ ഔലാദു വൽ ബനാതു. ആൺകുട്ടികളും പെൺകുട്ടികളും കളിക്കുന്നു. വയബീഉ താജിറു അൽ ഹൽവയാത്ത്. കച്ചവടക്കാരൻ മിഠായികൾ വിൽക്കുന്നു. യജിരിൽ ഖാരിബു വസൗറഖു ഫിൽ ബഹർ. കടലിലൂടെ തോണിയും ബോട്ടും സഞ്ചരിക്കുന്നു. ഫരിഹ അമീൻ ബിഹാദിഹിൽ മനാലിരി. ഈ കാഴ്ചകളെല്ലാം കണ്ടപ്പോൾ അമീനിന് സന്തോഷമായി. ബഅദൽ അശാഇ റജഅ അമീൻ വഉസ്റതുഹു ഇലൽ ബൈത്തി. രാത്രി ഭക്ഷണത്തിന് ശേഷം അമീനും കുടുംബവും വീട്ടിലേക്ക് മടങ്ങി. ഹയ്യ നുകമ്മിൽ. നമ്മൾക്ക് പൂരിപ്പിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദഹബ അമീൻ ഇല ഡാഷ്. അമീൻ ഡാഷിലേക്ക് പോയി. അമീൻ എവിടേക്കായിരുന്നു പോയിരുന്നത്? കടൽ തീരത്തിലേക്കായിരുന്നു അല്ലേ? എങ്ങനെയാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ദഹബ അമീൻ ഇല സാഹിലിൽ ബഹർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വസലു ഇല സാഹിലിൽ ബഹരി ഡാഷ്. അവർ എപ്പോഴായിരുന്നു കടൽ തീരത്തിൽ എത്തിയത്? വൈകുന്നേരമായിരുന്നു അല്ലേ? വസലു ഇല സാഹിലിൽ ബഹരി മസാഅൻ. ഹയ്യ നുജീബ്. നമ്മൾക്ക് ഉത്തരം എഴുതാം. മൂന്നാമത്തെ ചോദ്യം, മാദാ റഅ അമീൻ ഫി സാഹിലിൽ ബഹരി. കടൽ തീരത്ത് അമീൻ എന്തെല്ലാമാണ് കണ്ടത്? ഓപ്ഷൻസ് എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? മൻലറൻ മുഖൈഫൻ, പേടിപ്പെടുത്തുന്ന കാഴ്ച. മനാലിറ ജമീല, ഭംഗിയുള്ള കാഴ്ച. അൽ മദ്രസ, സ്കൂൾ. എന്തായിരുന്നു അമീൻ അവിടെ കണ്ടിരുന്നത്? മനാലിറ ജമീല, ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അല്ലേ? നാലാമത്തെ ചോദ്യം, മൻ യബീഉൽ ഹൽവയാത്ത്. മിഠായികൾ വിൽക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? അൽ ഔലാദു, ആൺകുട്ടികൾ. അത്താജിറു, കച്ചവടക്കാരൻ. അൽ ഖാരിബു, തോണി. ഏതായിരുന്നു ആൻസർ? അത്താജിറു, മിഠായികൾ വിൽക്കുന്നത് കച്ചവടക്കാരനായിരുന്നു അല്ലേ? അഞ്ചാമത്തെ ചോദ്യം, മതാ റജഉ മിൻ സാഹിലിൽ ബഹർ. അവർ കടൽ തീരത്ത് നിന്ന് മടങ്ങിയത് എപ്പോഴായിരുന്നു? ഓപ്ഷൻസ് എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? സ്വബാഹൻ, രാവിലെ. ളുഹ്റൻ, ഉച്ചയ്ക്ക്. ബഅദൽ അശാ, രാത്രി ഭക്ഷണത്തിന് ശേഷം. ഏതാണ് ആൻസർ? ബഅദൽ അശാ, രാത്രി ഭക്ഷണത്തിന് ശേഷമാണ് അവർ കടൽ തീരത്ത് നിന്ന് മടങ്ങിയത്. ഇത്തസല അമീൻ സ്വദീഖഹു രാജു ബിൽ ഹാത്തിഫ് ലൈലൻ. രാത്രിയായപ്പോൾ അമീൻ തന്റെ കൂട്ടുകാരൻ രാജുവിനെ ഫോണിൽ വിളിച്ചു. ആക്ടിവിറ്റി 2 നുകമ്മിലുൽ മുഹാത്തഫ. ഫോൺ സംഭാഷണം നമ്മൾക്ക് പൂർത്തിയാക്കാം. കൂട്ടുകാർക്ക് സംഭാഷണം പൂർത്തിയാക്കാനായി താഴെ ബോക്സിൽ കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ചാണ് നമ്മൾക്ക് സംഭാഷണം പൂർത്തിയാക്കേണ്ടത്. എന്തെല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? മുരീഹ, രസകരം. അന അമീൻ, ഞാൻ അമീനാണ്. സീൻ, അൽഹംദുലില്ലാ, നല്ലത്, അല്ലാഹുവിനു സ്തുതി. മസാഇൻ, വൈകുന്നേരം. അബുൻ, ഉമ്മുൻ, ഉഖ്തുൻ, ഉപ്പ, ഉമ്മ, സഹോദരി. ഇനി നമ്മൾക്ക് സംഭാഷണം പൂർത്തിയാക്കി നോക്കാം. രാജു, ഹലോ, മൻ മഅി. രാജു എന്താണ് ഫോണിലൂടെ ചോദിക്കുന്നത്? ഹലോ, ഇതാരാണ്? അമീൻ. അപ്പോൾ അമീൻ എന്തായിരിക്കും പറയുക? ഞാൻ അമീനാണ് എന്നാണ് നമ്മൾ സൂചനകളിൽ നിന്നും എടുത്തവിടെ പൂരിപ്പിക്കേണ്ടത്. അന അമീൻ. കൈഫൽ ഹാൽ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ രാജു എന്തായിരിക്കും പറയുന്നുണ്ടാവുക? സീൻ, അൽഹംദുലില്ലാ, നല്ലത്, അല്ലാഹുവിനു സ്തുതി. അപ്പോൾ അമീൻ എന്താണ് പറയുന്നത്? ദഹബ്തുൽ യൗം ഇലാ സാഹിലിൽ ബഹർ. ഇന്ന് ഞാൻ കടൽ തീരത്ത് പോയിരുന്നു. അപ്പോൾ രാജു എന്താണ് പറയുന്നത്? മാഷാ അല്ലാ, കൈഫ കാനത്തിർ രഹ്ല. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അപ്പോൾ അമീൻ എന്തായിരിക്കും പറയുക? നല്ല രസകരമായിരുന്നു എന്നായിരിക്കും അല്ലേ? എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? മുരീഹ. അപ്പോൾ രാജു എന്താണ് ചോദിക്കുന്നത്? ഹൽ ദഹബ്ത വഹദക.
നീ ഒറ്റയ്ക്കായിരുന്നോ പോയിരുന്നത്? അപ്പോൾ അമീൻ എന്താണ് പറയുന്നത്? ലാ അല്ല, കാന മഈ ഡാഷ് വ ഡാഷ് വ ഡാഷ്. അമീൻ ആരുടെയെല്ലാം കൂടെയായിരുന്നു കടൽ തീരത്തിലേക്ക് പോയിരുന്നത്? അവന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും സഹോദരിയുടെയും കൂടെയായിരുന്നു അല്ലേ? നമ്മൾ എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? കാന മഈ അബുൻ വ ഉമ്മുൻ വ ഉഖ്തുൻ. ഇനി രാജു എന്താണ് ചോദിക്കുന്നത്? മതാ വസ്വൽതും ഇലാ സാഹിലിൽ ബഹരി. നിങ്ങൾ കടൽ തീരത്ത് എപ്പോഴായിരുന്നു എത്തിയിരുന്നത്? അമീൻ എപ്പോഴായിരുന്നു അവർ കടൽ തീരത്തെത്തിയിരുന്നത്? അമീൻ എന്താണ് പറയുക? അവർ വൈകുന്നേരമായിരുന്നു കടൽ തീരത്ത് എത്തിയിരുന്നത്. നമ്മൾ എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? മസാഅൻ. അപ്പോൾ രാജു എന്താണ് പറയുന്നത്? ഹസനൻ, നല്ലത്. അപ്പോൾ അമീൻ എന്താണ് തിരിച്ചു പറയുന്നത്? ശുക്രൻ, നന്ദി, മഅസ്സലാമ. ആക്ടിവിറ്റി 3 ഹയ്യ നുക്കമ്മിലുൽ മൻദൂം. നമുക്ക് താഴെ നൽകിയിരിക്കുന്ന കവിത പൂർത്തിയാക്കാം. വിമാനത്തെ കുറിച്ചുള്ള കവിതയിലെ വരികൾ നോക്കൂ. ഐനത്ത് സീറു ഐനത്ത് സീറു ഐനത്ത് സീറു ത്വയ്യാറ അത്വയ്യാറ അത്വയ്യാറ തസീറു തസീറു ഫിൽ ജവ്വി. വിമാനം ഏതിലൂടെയാണ് പറക്കുന്നത്? ആകാശത്തിലൂടെയാണ് അല്ലേ? ഇനി അടുത്തതായി നൽകിയിരിക്കുന്ന ചിത്രം എന്താണ്? ഒരു കാറിന്റെ ചിത്രമാണ് അല്ലേ? വിമാനത്തെ കുറിച്ചുള്ള വരികൾ പോലെ തന്നെയാണ് നമ്മൾക്ക് ഇതിന്റെയും പൂർത്തിയാക്കേണ്ടത്. കാർ ഏതിലൂടെയാണ് സഞ്ചരിക്കുന്നത്? റോഡിലൂടെയാണ് അല്ലേ? എന്താണ് നമ്മൾ റോഡിന് പറയുന്നത്? അശ്ശാരിഅ. ഇനി നമ്മൾക്ക് വരികൾ പൂർത്തിയാക്കാമല്ലോ. ഐനത്ത് സീറു ഐനത്ത് സീറു ഐനത്ത് സീറു സയ്യാറ അസയ്യാറ അസയ്യാറ തസീറു തസീറു ഫി ഷാരിഅ. ഇനി അടുത്തതായി നൽകിയിരിക്കുന്ന ചിത്രം ഏതാണ്? ഒരു കപ്പലിന്റെ ചിത്രമാണ് അല്ലേ? കപ്പൽ ഏതിലൂടെയാണ് സഞ്ചരിക്കുന്നത്? വെള്ളത്തിലൂടെയാണ് അല്ലേ? ഇനി നമ്മൾക്ക് വരികൾ പൂർത്തിയാക്കാമല്ലോ. എങ്ങനെയാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത്? ഐനത്ത് സീറു ഐനത്ത് സീറു ഐനത്ത് സീറു സഫീന അസ്സഫീന അസ്സഫീന തസീറു തസീറു ഫിൽ മാഇ. ഇനി അടുത്തതായി കൂട്ടുകാർ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ബസ്സാണ് അല്ലേ? ബസ് റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മുകളിലുള്ള വരികൾ പോലെ അതും നമ്മൾക്ക് പൂർത്തിയാക്കാമല്ലോ. എങ്ങനെയാണ് ഇത് പൂർത്തിയാക്കേണ്ടത്? ഐനത്ത് സീറു ഐനത്ത് സീറു ഐനത്ത് സീറുൽ ഹാഫില അൽ ഹാഫില അൽ ഹാഫില തസീറു തസീറു ഫി ഷാരിഅ. ആക്ടിവിറ്റി 4 ഹയ്യ നുക്കമ്മിലുൽ ബയാൻ. താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്? ജാഅ ഖാലു അമീൻ മിൻ ദുബായ്. അമീനിന്റെ അമ്മാവൻ ദുബായിൽ നിന്നും വന്നു. വഫി ഹഖീബതിഹി മലാബിസുൻ ലിഅളാഇൽ ഉസ്റ. അമ്മാവിന്റെ ബാഗിൽ എന്താണുള്ളത്? കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കുമുള്ള വസ്ത്രങ്ങളാണ് ഉള്ളത്. അഖദ അമീൻ ഡാഷ്. അമീൻ ഡാഷ് എടുത്തു. എന്താണ് അവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്? ഒരു പാൻസ് ആണ് അല്ലേ? പാൻസിന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ബൻത്വലൂൻ. അഖദ അമീൻ ബൻത്വലൂനൻ വ അഖദൽ ജദ്ദു ഡാഷ്. വല്യുപ്പ എന്താണ് എടുത്തിരിക്കുന്നത്? അവിടെ എന്താണ് കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്നത്? ഒരു ലുങ്കിയാണ് അല്ലേ? ലുങ്കിക്ക് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഇസാർ. വ അഖദൽ ജദ്ദു ഇസാറൻ വ അഖദത്തിൽ ജദ്ദത്തു ഡാഷ്. വല്യമ്മ എന്താണ് എടുത്തിരിക്കുന്നത്? ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർ കാണുന്നത്? ഒരു മുഖമക്കനെയാണ് അല്ലേ? എന്താണ് നമ്മൾ അതിന് പഠിച്ചിരിക്കുന്നത്? ഹിമാർ. വ അഖദത്തിൽ ജദ്ദത്തു ഹിമാറൻ വ ഫാത്തിമ ഡാഷ്. എന്താണ് ഫാത്തിമ എടുത്തിരിക്കുന്നത്? ഒരു സ്കേർട്ടാണ് അല്ലേ? എന്താണ് നമ്മൾ അതിന് പഠിച്ചിരിക്കുന്നത്? തന്നൂറ. വ ഫാത്തിമ തന്നൂറത്തൻ വൽ അമ്മത്തു ഡാഷ്. എന്താണ് അമ്മായി എടുത്തിരിക്കുന്നത്? ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർ കാണുന്നത്? ഒരു പർദ്ദയാണ് അല്ലേ? എന്താണ് നമ്മൾ അതിന് പഠിച്ചിരിക്കുന്നത്? അബാ വൽ അമ്മത്തു അബാഅതൻ. അഖീറൻ അഖദൽ ഖാലു അൽ മിഅതഫ്. അവസാനം അമ്മാവനൊരു കോട്ട് എടുത്തു. ഫരിഹൽ ജമീഉ ബിൽ മലാബിസ്. വസ്ത്രങ്ങൾ കിട്ടിയപ്പോൾ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. സ്വബാഹൻ റകിബ അമീൻ അൽ ഹാഫിലത്തുൽ മദ്രസിയ. അങ്ങനെ രാവിലെ ആയപ്പോൾ അമീൻ തന്റെ സ്കൂൾ ബസ്സിൽ കയറി. ഫീഹാ സ്വദീഖുഹു രാജു. അതിൽ ആരുണ്ട്? അവന്റെ കൂട്ടുകാരൻ രാജുവുണ്ട്. ഫദാറ ബൈനഹുമാ ഹിവാർ. അങ്ങനെ അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. ആക്ടിവിറ്റി 5 ഹയ്യ നുക്കമ്മിലുൽ ഹിവാർ. നമ്മൾക്ക് സംഭാഷണം പൂർത്തിയാക്കാം. സംഭാഷണം പൂർത്തിയാക്കാനായി കൂട്ടുകാർക്ക് ഇവിടെ കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണത്? നഅം അതെ, അൽ
അൽ-ഫത്തൂറ ബ്രേക്ക്ഫാസ്റ്റ്, ബിത്വാഖത്തുൽ മുആയദ ആശംസ കാർഡ്, അൽ-ഖുബ്സ് അപ്പം. ഇനി നമ്മൾക്ക് സംഭാഷണം പൂർത്തിയാക്കാമല്ലോ. അമീൻ സ്വബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാജു എന്താണ് തിരിച്ചു പറയേണ്ടത്? സ്വബാഹുൻ നൂർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അമീൻ എന്താണ് ചോദിക്കുന്നത്? ഹൽ തനാവൽത ഡാഷ്, നീ ഡാഷ് കഴിച്ചോ? എന്ത് കഴിച്ചോ എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സൂചനകളിൽ എന്താണുള്ളത്? ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? നമ്മൾ എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? ഹൽ തനാവൽതൽ ഫതൂർ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അപ്പോൾ രാജു എന്താണ് തിരിച്ചു പറയുന്നത്? ഡാഷ് മാതാ തനാവൽത ഡാഷ്, നീ എന്താണ് കഴിച്ചത്? എന്തായിരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ടാവുക? നഅം, അതെ എന്നായിരിക്കും അല്ലേ? അമീൻ അപ്പോൾ എന്താണ് തിരിച്ചു പറയുന്നത്? അമീൻ എന്ത് കഴിച്ചു എന്നാണ് പറയുന്നത്? സൂചനകൾ നൽകിയിരിക്കുന്ന വാക്യം ഏതാണ്? അൽ ഖുബ്സ്, അപ്പമാണ് അല്ലേ? അപ്പോൾ രാജു എന്താണ് തിരിച്ചു ചോദിക്കുന്നത്? ഹൽ സവൈത ഡാഷ്, നീ ഡാഷ് ഉണ്ടാക്കിയോ? എന്തായിരിക്കും അത്? നീ ആശംസാ കാർഡ് ഉണ്ടാക്കിയോ എന്നായിരിക്കും രാജു ചോദിച്ചിട്ടുണ്ടാവുക. നമ്മൾ എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? ഹൽ സവൈത ബിതാഖത്തുൽ മുആയദ. അപ്പോൾ അമീൻ എന്താണ് പറയുന്നത്? നഅം, അതെ. രാജു ഹസനൻ, നല്ലത്. യഅതി ഈദ് ഓണം ഫിൽ ഉസ്ബൂഇൽ ഖാദിം, അടുത്തയാഴ്ച ഓണാഘോഷം വരികയാണ്. അറാദ അമീൻ ലിതസ്വിയത ബിതാഖത്തുൽ മുആയദ, അമീൻ ഒരു ആശംസാ കാർഡ് തയ്യാറാക്കാൻ ഉദ്ദേശിച്ചു. വസവ്വ ബിത്വാഖത്തൈനി, അവൻ 2 ആശംസാ കാർഡുകൾ തയ്യാറാക്കി. വാഹിദത്തുൻ ലിസ്വദീഖിഹി രാജു, ഒരെണ്ണം അവന്റെ കൂട്ടുകാരൻ രാജുവിനും, വ ഉഖറ ലിസ്വദീഖിഹി നദീർ, മറ്റൊരെണ്ണം അവന്റെ കൂട്ടുകാരൻ നദീറിനും വേണ്ടിയാണ് അവൻ തയ്യാറാക്കിയത്. നുലവ്വിനു വനക്തുബു, നിറം നൽകാം, എഴുതാം. ആക്ടിവിറ്റി 6 ഹയ്യ നുലവ്വിനു ബിത്വാഖത്തുൽ മുആയദ വനക്തുബുൽ കലിമാത്തിൽ മുനാസിബ ലഹ. താഴെ നൽകിയിരിക്കുന്ന ആശംസാ കാർഡുകൾക്ക് നിറം നൽകാനും അതിനനുയോജ്യമായ വാക്യങ്ങൾ എഴുതാനുമാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർക്ക് നന്നായി നിറം നൽകാൻ അറിയാമല്ലോ. നൽകിയിരിക്കുന്ന ആശംസാ കാർഡുകൾ കൂട്ടുകാർ നിറം നൽകി ഭംഗിയാക്കുമല്ലോ. നൽകിയിരിക്കുന്ന ആശംസാ കാർഡുകൾക്ക് എഴുതാവുന്ന വാക്യം ഏതാണ്? ഓണം സഈദ്. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.